എല്ലാ കുട്ടികൾക്കും ഗ്രീസ് സാറാണ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി അടിപൊളി ഒരു ചാപ്റ്ററാണ്. ആദ്യത്തെ 5 ചാപ്റ്ററുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ട് ചാപ്റ്റർ എളുപ്പമായിട്ട് പഠിക്കാവുന്ന 2 ചാപ്റ്റർ. ഒരു ടെൻഷൻ അതിനകത്ത് വേണ്ട. കാരണം ഡെഫിനിഷൻസ് വലിയ എസ്സേ പോലെ ഡെഫിനിഷൻ ഒന്നുമില്ല, പടം വരയ്ക്കാനില്ല, കണക്കുകളില്ല. ഇതാണ് ഇനിയും വരുന്ന 2 ചാപ്റ്ററുകളുടെ പ്രത്യേകത. അന്നേരം നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻട്രോയ്ക്ക് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്യേണ്ടവരെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്കിയുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്ന് കൊടുത്തേക്കുക. ഇത് ഒരുപാട് പ്രയോജനപ്പെടും. കഥ കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ട് നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതാം, അടിപൊളിയായിട്ട്. അന്നേരം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വേറെ ഒന്നുമല്ല, ചാപ്റ്റർ 6 വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. ആ പേര് തന്നെ ഉണ്ട്, എന്തല്ലേ? കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. നല്ല കളർഫുൾ ആയിട്ട് പഠിക്കാം, നല്ല കളറായി പഠിക്കാം. അങ്ങനെയുള്ള ചാപ്റ്റർ ആണ് വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അല്ലെ, ഞാൻ എപ്പോഴും പറയും ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ നേരം കുട്ടികളോട്, ലോകത്തിലെ ഏറ്റവും നല്ല ഇന്റീരിയർ ഡിസൈനറോ എക്സ്റ്റീരിയർ ഡിസൈനറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടും കൽപ്പിച്ച് പറയാം, ദൈവമാണ്. അല്ലേ? നിങ്ങൾ ആലോചിക്ക്, നമ്മൾ കാണുന്ന ഇലയ്ക്ക് പച്ച നിറം, അല്ലെങ്കിൽ സൂര്യൻ ഇന്ന നിറം, അല്ലേ? നമ്മൾ കാണുന്ന ആകാശത്തിന് നീല നിറം, കടലിന് നീല നിറം, ഇതെല്ലാം എന്ത് കൃത്യമായിട്ട് എല്ലാ കളറും നമ്മുടെ കണ്ണിന് കുളിർമേക്കുന്ന കളർ ഡിസൈൻ ചെയ്ത പോലൊരു വേറൊരു എഞ്ചിനീയർ, ദൈവം പോലൊരു എഞ്ചിനീയർ വേറെ ഇല്ല. അന്നേരം ദൈവത്തെയൊക്കെ വിചാരിച്ച് പവർഫുൾ ആയിട്ട് നമുക്കങ്ങ് തുടങ്ങാം. ഓക്കെ വാ. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് തന്നെ കോമ്പോസിറ്റ് ലൈറ്റ്. കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം. എന്താണ് ഈ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമന്വിത പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ആണ് എനി ലൈറ്റ് ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കളർ. ഒന്നിൽ കൂടുതൽ നിറങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന ലൈറ്റിന് അല്ലെങ്കിൽ പ്രകാശത്തിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ലൈറ്റ്. കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന ആ ലൈറ്റിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ, നിറങ്ങൾ, ഒന്നിൽ കൂടുതൽ എന്തും വേണ്ടി നിറങ്ങളുണ്ട് നമുക്കല്ലേ? നമുക്കറിയാവുന്ന 7 നിറങ്ങളിലേക്കൊക്കെ നമ്മൾ കുതിച്ചു കയറി വരും, ശ്രദ്ധിച്ചേക്കുക. ഒന്നിൽ കൂടുതൽ നിറങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശത്തിനെ പറയുന്ന പേരാണ് എന്ത്? കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം. എന്നിട്ട് സമന്വിത പ്രകാശം നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്ത ഏറ്റവും വലിയ പ്രോസസ്സ് പഠിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പാണ്. ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകാശ പ്രകീർണനം. ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകാശ പ്രകീർണനം. വളരെ സിമ്പിൾ ആയിട്ട് ഞാനിവിടെ ഒരു പ്രിസം വരച്ചിട്ടുണ്ട്. പ്രിസത്തിനകത്തോടെ സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്, സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്, സൂര്യപ്രകാശം അല്ലെങ്കിൽ ധവളപ്രകാശം, വൈറ്റ് ലൈറ്റ് അടുത്ത് സൂര്യപ്രകാശം വല്ല വിചാരിക്കുന്ന മഞ്ഞ നിറമാണ്. നമ്മൾ അങ്ങനെയില്ല, ആ ഒരു കൺസെപ്റ്റ് അല്ല, വെള്ളപ്രകാശം. അന്നേരം സൂര്യപ്രകാശം അല്ലെങ്കിൽ വെള്ളപ്രകാശം നമ്മൾ ഈ പ്രിസത്തിനകത്തോട് കടത്തി വിട്ടാൽ പ്രിസത്തിനകത്ത് കയറി ഇത് റിഫ്രാക്ഷൻ ഒക്കെ സംഭവിക്കും, അപവർത്തനമൊക്കെ സംഭവിക്കും. എന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ ഡീവിയേറ്റ് ഒക്കെ ചെയ്യും. നോക്കി, ഏറ്റവും മുകളിൽ, അതായത് സൂര്യപ്രകാശം ഒരു പ്രിസത്തിനകത്തോട് കയറി റിഫ്രാക്ഷൻ ഒക്കെ സംഭവിച്ച് ഘടകവർണ്ണങ്ങളായിട്ട് അങ്ങ് മാറുന്നു, കോൺസ്റ്റുവന്റ് കളേഴ്സ് ആയിട്ട് അതങ്ങ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെന്റ് കളേഴ്സ് ആക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിക്കുക. എല്ലാ കളറോടും നിങ്ങൾ എടുക്കുക, എന്നിട്ട് എല്ലാ കളറോടും ചേർത്തിട്ട് നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈറ്റ് കളറായിരിക്കും. എന്നിട്ട് തിരിച്ച് വൈറ്റ് കളറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ ഈ കളേഴ്സ് എല്ലാം കിട്ടും. അത് തന്നെയാണ് ഈ സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ധവളപ്രകാശം നമ്മൾ ഒരു പ്രസത്തിനകത്തോട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് വിവിധ വർണ്ണങ്ങളായിട്ട് ആ പ്രസത്തിനകത്തോട് പുറത്തോട്ട് വരും. അതിനകത്ത് ഏറ്റവും മുകളിൽ കാണുന്നത് റെഡ് ആയിരിക്കും, ഏറ്റവും താഴെ കാണുന്ന ലെയർ എന്ന് പറയുന്നത് വയലറ്റ് ആയിരിക്കും. നമ്മൾ ആ കളറിനെ നമ്മൾ ഇങ്ങനെയാണ് പറയാറുള്ളത്, വിബ്ജിയോർ എന്നാണ് പറയാറുള്ളത്. വിബ്ജിയോർ. എന്ത് രസമാണ് ഇത് പഠിക്കുക. വിബ്ജിയോർ എന്ന് പറയുമ്പം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇത്രയും ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഇവനെ രണ്ടുപേരും വെച്ചായിരിക്കും.
ഉമ്മാരാണ് പുലിക്കുട്ടികൾ. ഏതൊക്കെ? വയലറ്റും റെഡും. ഇവനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. വയലറ്റിനും ഏതിനും? റെഡിനും. അന്നേരം ഏറ്റവും കൂടുതലായിട്ട് റെഡ് വരും. പിന്നെ താഴെയായിട്ട് ബാക്കിയുള്ള കളർ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, പിന്നെ ഇവിടെ വയലറ്റ്. അന്നേരം എന്താണ് ഡിസ്പെർഷൻ എന്ന് മനസ്സിലായി? വളരെ സിമ്പിളായിട്ട് ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് ഒരു പ്രസത്തിനകത്തോടെ കടത്തി വിടുമ്പം സ്വാഭാവികമായിട്ടും പ്രസത്തിനകത്തോടെ പുറത്തോട്ട് ഇറങ്ങുമ്പം അത് വിവിധ വർണ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അന്നേരം സ്പ്ലിറ്റിംഗ് ഓഫ് കളേഴ്സ് അതിനെ പറയുന്ന പേരാണ് ഡിസ്പെർഷൻ. അന്നേരം ഡിസ്പെർഷൻ അല്ലെങ്കിൽ പ്രകാശ പ്രകീർണം എന്തോ നമുക്ക് നോക്കാം. ഡിസ്പെർഷൻ ഇസ് ദി ഫിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻടു കൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ്. ഡിഫറെന്റ് കളേഴ്സ് എന്നുള്ളതാണ്, വിവിധ നിറങ്ങളായിട്ട് മാറുന്നു. ദി റെഗുലർ അറേ ഓഫ് കളേഴ്സ് ഫോംഡ് ബൈ ഡിസ്പെർഷൻ ഇസ് ദി വിസിബിൾ സ്പെക്ട്രം. ഇത് പല കുട്ടികൾക്കും ഇത് +2 പഠിക്കാനുള്ളതാണ്. എന്താണ് ഈ സ്പെക്ട്രം എന്ന് പറയുന്നത്? എന്താണ് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്? സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മൾ കാണാൻ കാണുന്നതാണ്. വിസിബിൾ എന്ന് പറയുന്നത് കാണുന്നതാണ്. സ്പെക്ട്രം എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന തന്നെയാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. നിങ്ങൾ ഈ ദൂരദർശൻ ചാനൽ കണ്ടുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾ ദൂരദർശൻ ചാനൽ ഒന്നും കാണുന്നില്ല. ഒന്നുകിൽ നാഷണൽ ജിയോഗ്രാഫിക് അല്ലെങ്കിൽ സൂര്യ, ഫ്ലവേഴ്സ്. ദൂരദർശൻ ചാനലുണ്ട്. ഈ ചാനലിനകത്ത് തടസ്സം നേരിട്ടതായിട്ട് എഴുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോൾ ഇങ്ങനെ തടസ്സം നേരിട്ടതായിട്ട് എഴുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 7 കളറുള്ള ഒരു പാവാട വിരിച്ചിട്ടേക്കെന്ന് പറഞ്ഞതാണ്. യൂട്യൂബിനകത്ത് കയറി ഇത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. 7 കളറുള്ളതാണ്. ഇങ്ങനെ അതിനകത്ത് 7 കളർ ഇങ്ങനെയാണ്. 1 2 3 4 5 1 2 3 4 5 6 7. അതിന്റെ വിഡ്ത്ത് എല്ലാം കുറച്ച് ഇങ്ങനെ ഒരു അറേ ഓഫ് കളേഴ്സ് അറേഞ്ച്മെന്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ആ ഡിസ്പ്ലേ ഓഫ് കളേഴ്സ് 7 കളറും കാണുന്നതിനെ പറയുന്ന പേരാണ്, ഇങ്ങനെ കാണുന്നതിനെ പറയുന്ന പേരാണ് സ്പെക്ട്രം. എന്താണ് സ്പെക്ട്രം? സ്പെക്ട്രം കേസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. അന്നേരം ആ അറേഞ്ച്മെന്റ് ഓഫ് കളേഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓഫ് കളേഴ്സ്, ആ കളറുകളുടെ ആ നിറങ്ങളുടെ ഡിസ്പ്ലേ പറയുന്ന പേരാണ് എന്ത്? സ്പെക്ട്രം. ആ സ്പെക്ട്രത്തിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഡിസ്പെർഷൻ ഈസ് ദി ഫിനോമിനൻ ഓഫ് splitting up of composite light into its constituent colors on different colors. The regular array of colors formed by dispersion is the visible spectrum or simple spectrum. അന്നേരം എൻ്റെ കൂട്ടത്തിൽ ഇപ്പം നിങ്ങൾ പഠിച്ചു പോയി കോമ്പോസിറ്റ് ലൈറ്റും ഡിസ്പെർഷൻ അല്ലെങ്കിൽ സമന്വിത പ്രകാശവും പ്രകാശ പ്രകീർണനം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രിസം വളരെ സിമ്പിളായിട്ട് ഡിസ്പെർഷൻ നമ്മൾ പറഞ്ഞു. ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം കടത്തി വിട്ടപ്പം 7 വർണ്ണങ്ങളായിട്ട് അത് പ്രസത്തിന് പുറത്തോട്ട് വന്നു. റെഡ് ആയിരിക്കും ഏറ്റവും മുകളിൽ, താഴെ വയലറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു റെഡിനും വയലറ്റിനും ഒരുപാട് പ്രത്യേകതകളാണ്. ബാക്കിയുള്ള എല്ലാ കളേഴ്സിനും പ്രത്യേകതകളാണ്. ഏറ്റവും കൂടുതൽ പ്രത്യേകത നമ്മൾ പറയുന്നത് വയലറ്റിനും റെഡിനുമാണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? എന്താണ് വയലറ്റിന് പ്രത്യേകത? എന്തുകൊണ്ടാണ് റെഡിന് പ്രത്യേകത? എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? അറിയാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ട്. സിമ്പിൾ അല്ലേ? എന്ത് ഈസിയാണ്? വളരെ ഈസി. ഇതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് പഠിച്ചിട്ട് തരാം. ഓക്കെ വാ. ഇനിയും ഡിസ്പെർഷനുമായിട്ട് അല്ലെങ്കിൽ പ്രകാശ പ്രകീർണനവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഓരോ ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ട് പഠിക്കാം. വിച്ച് കളർ ഡീവിയേറ്റ്സ് ദി മോസ്റ്റ് ഡ്യൂ ടു ഡിസ്പെർഷൻ? പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏത്? ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഈ പ്രശ്നത്തിനകത്ത് വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ. അതിന് സംശയമില്ല, അതികുറവാണ്. എന്തായാലും ഏറ്റവും കുറവാണ് റെഡിന്. വിജിയോർ എന്ന് പറയുന്ന കളർ എടുക്കുമ്പം ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വ്യതിയാനം സംഭവിക്കും. നമ്മളിപ്പോ ഇത് അക്ഷരം വെച്ച് നോക്കുന്നത് അതിന്റെ ഡീവിയേഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വ്യതിയാനം സംഭവിക്കുന്ന കളർ ഏതാണ്? വയലറ്റ് ആണ്. അന്നേരം ഇതിന് ഉത്തരം നമുക്ക് എഴുതാമല്ലോ. വിച്ച് കളർ ഡീവിയേറ്റ്സ് മോസ്റ്റ് ഡ്യൂ ടു ഡിസ്പെർഷൻ? ഏതാണ്? വയലറ്റ്. അന്നേരം വിച്ച് കളർ ഡീവിയേറ്റ്സ് ലീസ്റ്റ്? ഏറ്റവും കുറവ് ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കുന്ന ഏതിനാണ്? റെഡിനാണ്, ചുവപ്പിനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വയലറ്റും റെഡും പുലികളാണ്, 2 പുലിക്കുട്ടികളാണ്. അടുത്തത് വിച്ച് കളർ ഹാസ് ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്? ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ള കളർ ഏതാണ്? ഏറ്റവും കുറവ് തരംഗ ദൈർഘ്യമുള്ള നിറം ഏതാണ്?
ഏറ്റവും കുറവ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് വയലറ്റ് ആണ്. കാരണം നമുക്ക് വയലറ്റിന് എല്ലാം ഫസ്റ്റ് കൊടുക്കരുത്, റെഡിന് എന്തെങ്കിലും കൊടുക്കണ്ടേ. അത് നോക്കി, വിച്ച് കളർ ഹാസ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്, ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളർ ഏതാണ്? റെഡ് ആണ്. പിന്നീട് നിങ്ങൾ പഠിക്കും ഈ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള കളർ റെഡ് ആയതുകൊണ്ടാണ് സൺ അപ്പിയേഴ്സ് ആസ് റെഡിഷ് കളർ. റെഡിഷ് കളർ സണ്ണിന് കിട്ടാനുള്ള കാരണം വേവ് എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന കളർ എന്ന് പറയുന്നത് ഏതാണ്? റെഡാണ്. അന്നേരം ഇത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്റെ കൂട്ടത്തിൽ പഠിച്ചു പോയാൽ മതി. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉള്ള കളർ ഏതാ? വയലറ്റ്. ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉള്ളത് റെഡ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളർ റെഡ്, ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റ്. അടിപൊളി. ഇനി ഈ വേവ് ലെങ്തും ഡീവിയേഷനും തമ്മിൽ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം, തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്ന വ്യത്യാസം നോക്കി. റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, അന്നേരം ഏറ്റവും കുറവ് വേവ് ലെങ്ത് വയലറ്റ് ആണ്. അന്നേരം ഈ വേവ് ലെങ്ത് കൂടിയാൽ വേവ് ലെങ്ത് ഇൻക്രീസസ്, ഡീവിയേഷൻ ഡിക്രീസസ്. വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ കുറയും, തരംഗദൈർഘ്യം കൂടിയാൽ വ്യതിയാനം കുറയും. ഇനി തരംഗദൈർഘ്യം കുറഞ്ഞാൽ വ്യതിയാനം കൂടും. എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറഞ്ഞാൽ ഡീവിയേഷൻ കൂടും. ഒരെണ്ണം കൂടിയാൽ ഒരെണ്ണം കുറയും എന്നുള്ളതാണ് വേവ് ലെങ്തും ഡീവിയേഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതാണ്. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്പെർഷനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത്. കോമ്പോസിറ്റ് ലൈറ്റ് പഠിച്ചു, നമ്മൾ ഡിസ്പെർഷൻ പഠിച്ചു, പ്രകാശ പ്രതികരണം പഠിച്ചു, സ്പെക്ട്രം പഠിച്ചു അല്ലേ. പിന്നെ ഇതിന്റെ ഓരോ കളറിന്റെയും പ്രത്യേകത, ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ഇപ്പം പറഞ്ഞ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്തും വ്യതിയാനം ഡീവിയേഷൻ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരെണ്ണം കൂടിയാൽ ഒരെണ്ണം കുറയും എന്ന് പറഞ്ഞു. അത് വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ കുറയും, വേവ് ലെങ്ത് കുറഞ്ഞാൽ ഡീവിയേഷൻ കൂടും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളത് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലായിട്ട് പോകാം. അടിപൊളി ടോപ്പിക്കാണ്, എന്ത് രസമാണ്. കളറായി പഠിക്കുമല്ലേ, സൂപ്പറാ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് റെയിൻബോ, മഴവില്ല് അല്ലെ. എന്ത് രസമാണ് അല്ലേ, എന്നാലോചിക്ക്. എന്ത് രസമാണ് ഈ നമ്മൾ ഈ റെയിൻബോ അല്ലെങ്കിൽ മഴവില്ല് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കുളിരാണ് അത് കാണുന്നത്, ഇങ്ങനെ കാണാൻ, മഴവില്ല് കാണാൻ. ഈ കുട്ടികൾ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിൽ മഴവില്ല് കാണും, അതാണ്ട മഴവില്ല് എന്ന് പറയും. അത്രയും നല്ല കളർഫുൾ ആണ് എന്ത് മഴവില്ല്. 7 കളർ ഇങ്ങനെ വിരിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ആർക്കിന്റെ ഷേപ്പിൽ, നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ആ ആർക്കിന്റെ ഷേപ്പിലാണ് ഇങ്ങനെ 7 കളർ ഇങ്ങനെ കാണുന്നതിനെ പറയുന്ന പേരാണ് മഴവില്ല് അല്ലെങ്കിൽ റെയിൻബോ. നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പോവാം. റെയിൻബോയെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രോ തന്നു. എന്താണ് വാട്ട് ഈസ് മെൻ ബൈ റെയിൻബോ, എന്താണ് മഴവില്ലെന്ന് പറഞ്ഞത്? മഴവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജലകണികളിൽ സൂര്യപ്രകാശം വന്ന് വീണ് അവിടെ പ്രകാശ പ്രകീർണനം നടന്ന് ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള നിരവധി കളറുകൾ അല്ലെങ്കിൽ നിരവധി നിറങ്ങൾ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് മഴവില്ല്. സിമ്പിളായിട്ട് റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു ദി dispersion of sunlight by water drops in the atmosphere. അന്തരീക്ഷത്തിലുള്ള വാട്ടർ ഡ്രോപ്സിൽ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ, സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് കിട്ടുന്നതിനെ പറയുന്ന പേരാണ് റെയിൻബോ. വാട്ട് ഈസ് റെയിൻബോ? റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു ദി ഡിസ്പെർഷൻ ഓഫ്, ഏറ്റവും അത് ഒരു വളരെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ഇതിനകത്ത് റിഫ്ലക്ഷൻ എല്ലാം റെയിൻബോയ്ക്കകത്ത് നടക്കും, അതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്തെ പ്രതിഭാസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൻബോയ്ക്കകത്തുണ്ടാകുന്ന പ്രതിഭാസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പെർഷൻ ആണ്, പ്രകാശ പ്രകീർണനം തന്നെയാണ്. അവിടെ അപവർത്തനവും പ്രതിഫലനവും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡിസ്പെർഷൻ, പ്രകാശ പ്രകീർണനം. അന്നേരം റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു ദി ഡിസ്പെർഷൻ ഓഫ് സൺലൈറ്റ് ബൈ വാട്ടർ ഡ്രോപ്സ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഇതാണ് റെയിൻബോ. റെയിൻബോ നമ്മൾ കാണുന്നത് ഏത് ഷേപ്പിലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. റെയിൻബോ ഈസ് ഫോംഡ് ഇൻ ദി ഫോം ഓഫ് ആൻ ആർക്ക്. ഒരു ആർക്കിന്റെ ഷേപ്പിലാണ് നമ്മൾ റെയിൻബോ കാണുന്നത്. കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. വെൻ ഈസ് റെയിൻബോ ഫോംഡ്?
എപ്പോഴാണ് നമ്മൾ റെയിൻബോ കാണുന്നത്? നമ്മൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി റോഡിൽ ഇറങ്ങി റെയിൻബോ ഉണ്ടോ? കാണാൻ പറ്റുമോ? ഇല്ല. റെയിൻബോ കാണുന്നുണ്ടെങ്കിൽ സാധാരണ മഴയുള്ള സമയത്ത് റെയിനി സീസണിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമുക്ക് റെയിൻബോ കാണാം. മോർണിംഗ് ആൻഡ് ഈവനിങ്. റെയിനി സീസൺ ആയിരിക്കണം. റെയിനി സീസണിലാണ് പൊതുവേ ഒരു ചെറിയ മഴയൊക്കെ ഉള്ളപ്പം മോർണിംഗ് ആൻഡ് ഈവനിങ്, മഴയുള്ള സമയത്ത് രാവിലെയും വൈകുന്നേരവും നമുക്ക് എന്ത് കാണാം? മഴവില്ല് കാണാം. ഇനി അടുത്ത രണ്ട് ക്വസ്റ്റ്യനും ടിപ്പും ട്രിക്സും നമുക്ക് പഠിക്കാം. വേർ വിൽ ബി ദി സൺ വെൻ ദി റെയിൻബോ ഈസ് സീൻ ഇൻ ദി ഈസ്റ്റ്? റെയിൻബോ ഈസ്റ്റിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അങ്ങ് വിചാരിച്ചാൽ മതി. സണ്ണ് നേരെ വെസ്റ്റിലായിരിക്കും കാണും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വേർ വിൽ ബി ദി സൺ വെൻ ദി റെയിൻബോ ഈസ് സീൻ ഇൻ ദി ഈസ്റ്റ്? റെയിൻബോ ഈസ്റ്റ് ആണ്, സൺ എവിടെ ആയിരിക്കും? വെസ്റ്റ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ നോക്കി, വേർ വിൽ ബി ദി സൺ വെൻ ദി റെയിൻബോ ഈസ് സീൻ ഇൻ ദി വെസ്റ്റ്? നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരം പറഞ്ഞു. റെയിൻബോ വെസ്റ്റ് ആണെങ്കിൽ സൺ എവിടെ ആയിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇവിടെ വേർ വിൽ ബി ദി സൺ വെസ്റ്റ്, വേർ വിൽ ബി ദി സൺ ഈസ്റ്റ്. ഞാൻ എന്താണ് റെയിൻബോ എന്ന് പറഞ്ഞു, ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ മഴവില്ലിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ റെയിൻബോയുടെ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പടം വരച്ച് പിടിക്കണം. അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു? റിഫ്രാക്ഷൻ നടക്കുന്നു, റിഫ്ലക്ഷൻ നടക്കുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അന്നേരം റെയിൻബോ അടിപൊളിയായി, മഴവില്ല് തകർത്തു. ഇനി നമുക്ക് റെയിൻബോ അല്ലെങ്കിൽ മഴവില്ലിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം, ഈ ഡയഗ്രാം പല തവണ പരീക്ഷയ്ക്ക് വെച്ചിട്ടുള്ളതാണ്, നമുക്ക് നോക്കാം. ഈ ഡയഗ്രാം ഇതൊരു ജലകണിക എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു സർക്കിൾ ഷേപ്പാണ്, അല്ലെ വൃത്താകൃതിയിലാണ്. ഇതിനകത്തോട്ട് സൺലൈറ്റ് വന്ന് വീഴും. സൺലൈറ്റ് വന്ന് വീണില്ലെങ്കിൽ, സൂര്യപ്രകാശം വന്ന് വീണില്ലെങ്കിൽ നമുക്ക് റെയിൻബോ അല്ലെങ്കിൽ മഴവില്ല് കിട്ടത്തില്ല. സൺലൈറ്റ് വന്ന് വീണു, ഇതിനകത്തോട്ട് കയറി റിഫ്രാക്ഷൻ സംഭവിച്ചു, അല്ലെ? ഇത് റെഡ് ആയിരിക്കും. നമുക്ക് റെഡും വയലറ്റും ഉള്ള 2 കളറിലെ നമ്മൾ പറയുള്ളൂ. ഇത് റെഡ് ആണെങ്കിൽ അടുത്തത് വയലറ്റ് ആയിരിക്കും. വന്നു വീണു, തിരിച്ച് റിഫ്രാക്ഷൻ സംഭവിച്ചു, ആണ് തിരിച്ച് ഇവിടാണ്ട് ഇത് റെഡ് ആണ്. ഈ കളർ എന്ന് പറയുന്നത് ഏതാണ്? വയലറ്റ് ആയിട്ട് വന്നു. അന്നേരം സൂര്യപ്രകാശം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് കയറി അതിനകത്ത് കയറി റിഫ്രാക്ഷനും റിഫ്ലക്ഷൻ, നിങ്ങൾ ഇങ്ങനെ പഠിച്ചിരിക്കുക. റിഫ്രാക്ഷൻ സംഭവിക്കും അവിടെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കളേഴ്സ് കിട്ടുന്നത്. അന്നേരം റെഡും വയലറ്റും കിട്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കുന്നു, വീണ്ടും ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കുന്നു. ഇവിടെ 2 റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു റിഫ്രാക്ഷൻ നടന്നു, ഇങ്ങനെ ഒരു റിഫ്രാക്ഷൻ നടന്നു. 2 റിഫ്രാക്ഷൻ എപ്പോഴും, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 2 റിഫ്രാക്ഷൻ എപ്പോഴും ഒരു റെയിൻബോയ്ക്കകത്ത് നടക്കും. സാധാരണ ഒരു റെയിൻബോയ്ക്കകത്ത് ഒരു റിഫ്ലക്ഷൻ നടക്കും, ഒറ്റ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. ഇതിനകത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒറ്റ തവണ നടക്കത്തുള്ളൂ റെയിൻബോയ്ക്കകത്ത്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, എത്ര റിഫ്രാക്ഷൻ, എത്ര വട്ടം അപവർത്തനം നടക്കുന്നു ഏതിനകത്ത്? റെയിൻബോ അല്ലെ മഴവില്ലിനകത്ത് എത്ര വട്ടം ഉണ്ട്? 2 തവണ. എത്ര തവണ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും? ഒറ്റ തവണ മാത്രം. അത് കൃത്യമായിട്ട് അറിയുക. ഇനി നമുക്ക് ഈ പടം നന്നായിട്ടൊന്ന് വരച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക. How many times does a ray of light undergo refraction when it passes through a water droplet? ജലകണികളിലൂടെ നമ്മൾ റിഫ്രാക്ഷൻ നടക്കുന്ന എത്ര വട്ടമാണ്? അതായത് സൂര്യപ്രകാശം പോകുമ്പോൾ എത്ര തവണയാണ്? 2 times, 2 പ്രാവശ്യം. വാട്ട് അബൌട്ട് ഇന്റേണൽ റിഫ്ലക്ഷൻ? ഒറ്റ തവണ, 1 time. ഒറ്റ തവണ മാത്രമേ ഉള്ളൂ റിഫ്ലക്ഷൻ. അതിനകത്ത് പ്രത്യേകതയുണ്ട്. 2 തരം റെയിൻബോ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറയാം, പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും. പ്രൈമറി റെയിൻബോ ആണെങ്കിൽ 2 റിഫ്രാക്ഷനും 1 റിഫ്ലക്ഷനും. സെക്കൻഡറി റെയിൻബോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടിപ്പ് പറഞ്ഞുതരാം. സെക്കൻഡറി എന്ന് പറയുമ്പോൾ 2 തവണയുണ്ട്, 2 റിഫ്രാക്ഷൻ ഉണ്ട്, 2 റിഫ്ലക്ഷൻ നടക്കും. പ്രൈമറി എന്ന് പറയുമ്പോൾ 2 റിഫ്രാക്ഷൻ 1 റിഫ്ലക്ഷൻ. സെക്കൻഡറി റെയിൻബോ എന്ന് പറയുമ്പോൾ അവിടെ 2 റിഫ്രാക്ഷൻ 2 റിഫ്ലക്ഷൻ നടക്കും. അത് തന്നെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു വെക്കുക. ഇനി അടുത്തത്, വാട്ട് ആർ ദി കളേഴ്സ് സീൻ അറ്റ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി റെയിൻബോ? റെയിൻബോയുടെ ഔട്ടർ എഡ്ജിൽ കാണുന്ന കളർ മറക്കുകയരുത്, റെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്നർ എഡ്ജിൽ കാണുന്ന കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക്
പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഉറപ്പുള്ള ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. അന്നേരം ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. റെയിൻബോ നല്ല വൃത്തിയായിട്ട് 2 വട്ടം റിഫ്രാക്ഷൻ നടക്കും, 1 വട്ടം റിഫ്ലക്ഷൻ നടക്കും. പ്രൈമറി റെയിൻബോ ആണെങ്കിൽ 2 റിഫ്രാക്ഷൻ 1 റിഫ്ലക്ഷൻ നടക്കും. സെക്കൻഡറി റെയിൻബോ ആണെങ്കിൽ 2 റിഫ്രാക്ഷൻ 2 റിഫ്ലക്ഷൻ നടക്കും. അതുപോലെ നമ്മൾ എയറോപ്ലെയിനിലൂടെ പോകുമ്പോൾ പരീക്ഷ ചോദിച്ചിട്ടുണ്ടായിരിക്കും, എയറോപ്ലെയിനിലൂടെ പോകുമ്പോൾ ഈ റെയിൻബോ എങ്ങനെയാണ് കാണുന്നത്? ഒരു വൃത്താകൃതിയിലാണ്, ഒരു സർക്കിളായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്നേരം ഇതൊക്കെ ചോദിക്കും, എയറോപ്ലെയിനിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് റെയിൻബോ കാണുന്നത്? അന്നേരം ആർക്ക് ഷേപ്പിലല്ല, ഒരു സർക്കിളിന്റെ ഷേപ്പിലാണ്, വൃത്താകൃതിയിലാണ് നമ്മൾ റെയിൻബോ കാണുന്നത്. അന്നേരം ഇത്രയൊക്കെ നിങ്ങൾ റെയിൻബോ ഒന്ന് കൂട്ടിച്ചേർന്ന് എഴുതിയാൽ അടിപൊളിയായിരിക്കും. അന്നേരം വളരെ കളർഫുള്ളായ ഭാവമാണ് നമ്മൾ ഇന്ന് പഠിച്ച ഡിസ്പേർഷൻ ആയാലും റെയിൻബോ ആയാലും. ഇനി അങ്ങോട്ട് പോകുമ്പോഴും വളരെ രസകരവും എന്നാൽ പെട്ടെന്ന് തീരുകയും ഒരു ഇക്വേഷനും ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന നല്ല രസകരമായ ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. അന്നേരം കാഴ്ചകളുടെ വർണ്ണ ലോകത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും പോവാം. അടുത്ത ക്ലാസ് അടുത്ത ദിവസം തന്നെ കാണും. വെയിറ്റ് ആൻഡ് സീ. Until then, bye bye, see you. Okay.